എസ് ന്യൂസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ വരാൻ പോകുന്ന സിനിമയാണ് ടർബോ. ടർബോയുടെ അപ്ഡേറ്റിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരിപ്പാണ്. പക്ഷേ മമ്മൂട്ടി കമ്പനി അത് പുറത്തേക്ക് വിടുന്നില്ല. ഇപ്പോൾ പുതിയ ഒരു കാര്യം വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വിചാരിച്ചു ശരിക്കും മമ്മൂട്ടി കമ്പനി ചെയ്ത പ്രൊമോഷനാണ്. അതായത് ഒരു ട്രെയിനിൽ മമ്മൂട്ടിയുടെ ടർബോയുടെ കാര്യങ്ങൾ കാണിച്ചു. നല്ല വെടിപ്പായിട്ട് തന്നെ കാണുന്നു ഏതോ ഒരു ട്രെയിനിൽ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ മൊത്തം ആ ട്രെയിൻ ഓടുന്നതാണല്ലോ, അപ്പോൾ അതിഗംഭീരമാണ്. പിന്നീട് നോക്കിയപ്പോൾ ഒരു ഫ്ലൈറ്റിൽ അതും വിശ്വസിച്ചു. പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഈ പറഞ്ഞ പോലെ അതൊരു ട്രോളായിരുന്നു എന്നുള്ളത്. അങ്ങനെ ട്രോളി ഇപ്പോൾ ട്രോളന്മാർ ഏറ്റെടുത്തിരിക്കുന്നു ടർബോയുടെ പ്രൊമോഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ട്രോളി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു സിനിമയെ ആ റേഞ്ചിൽ കാണുന്നു. എന്തുകൊണ്ട് മമ്മൂട്ടി കമ്പനി പ്രൊമോഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. 23-ാം തീയതിയാണ് സിനിമ വരാനിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപാട് പേർ ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ടർബോ ചായൻ ഡിഡി അതിഗംഭീരമായിരിക്കുമെന്നുള്ളതാണ്. പല രാജ്യങ്ങളിലും ഈ സിനിമ അമ്മാതിരി ഒരു റിലീസിന് തന്നെ ഒരുങ്ങുന്നു. ഏകദേശം 40ഓളം രാജ്യങ്ങളിലാണ് സിനിമ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. സാധാരണ പറയുന്ന പോലെ 40 രാജ്യങ്ങളുണ്ടായിട്ട് പകുതി പോലും ഇല്ലാത്ത കാര്യമല്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ സ്ഥലങ്ങളിലും സിനിമ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുമാത്രമല്ല എടുത്തു പറയാനുള്ളത്, ടർബോയ്ക്ക് ടിക്കറ്റ് ബുക്കിങ്ങും വിദേശ രാജ്യങ്ങളിൽ തുടങ്ങി എന്നുള്ളതാണ്. എന്താണെങ്കിലും വിദേശത്ത് നിന്ന് കാശ് വാരാൻ ഉറപ്പിച്ച് തന്നെയാണ് ടർബോ. പ്രത്യേകിച്ച് ജർമ്മനി, മാൾട്ട, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയ, അവിടെയെല്ലാം തുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജർമ്മനിയിലൊക്കെ ഓൾറെഡി നമുക്ക് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. GCC രാജ്യങ്ങളിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു റിലീസെന്നാണ് കേൾക്കുന്നത്. അതേപോലെ കേരളത്തിൽ 450 മുകളിലുള്ള തിയേറ്ററുകൾ ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിശ്വസനീയത നമുക്കത്ര പോരാ. കാരണം ഇതുവരെ സാധാരണ മമ്മൂട്ടി കമ്പനിയുടെ സിനിമകൾ അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമകൾ കാണുന്നത് ആദ്യം 400-500 പറഞ്ഞിട്ട് 150-ഉം 180 വരെയുള്ള മാക്സിമം തിയേറ്ററുകളിൽ കാണുന്നതാണ്. നല്ല സിനിമയാണെങ്കിലും തിയേറ്ററുകളിൽ പടം കളിപ്പിക്കാൻ മമ്മൂട്ടി കമ്പനി തയ്യാറല്ലാത്ത ലെവലിലാണ്, അല്ലെങ്കിൽ മമ്മൂട്ടി അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ, വേണമെങ്കിൽ കണ്ടാൽ മതി എന്നുള്ള രീതി. ബാക്കിയുള്ളവരൊക്കെ തള്ളി 100-ഉം 200-ഉം എത്തിക്കുമ്പോൾ ഇവിടെ 100 അടിച്ചു എന്ന് ആരാധകരും അനലിസ്റ്റുകളും ഒപ്പം ഈ പറഞ്ഞ പോലെ ട്രാക്കേഴ്സും പറയുമ്പോൾ ഇല്ല എനിക്ക് 75 ആയിട്ടുള്ളൂ എന്ന് പറയുന്ന മമ്മൂട്ടി വ്യത്യസ്തനാകുന്നത് അത് ആരാധകർക്ക് വലിയ ക്ഷീണവും ചെയ്യുന്നു എന്നുള്ളത് തന്നെ. എന്താണെങ്കിലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഗ്രാൻഡ് റിലീസിനാണ് സിനിമ ഇറങ്ങുന്നത്. ഇപ്പോൾ മമ്മൂട്ടി ഒരു ഗംഭീര അപ്ഡേറ്റ് കൊണ്ടുവന്ന് വേറൊന്നുമല്ല, ഒരു പുതിയ ടീസർ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ചുവന്നു തുടുത്തിരിക്കുന്ന ഒരു ടീസർ എന്ന് തന്നെ പറയും. ഈ ടർബോയുടെ ടീസർ എന്തുകൊണ്ട് ചുവന്നിരിക്കുന്നു നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം. മൊത്തം പോസ്റ്ററുകളും പറഞ്ഞ പോലെ തന്നെ റെഡ് കളറിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്തെങ്കിലും നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയാം. എന്തായാലും പ്രതീക്ഷിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ ടർബോയുടെ പുതിയ അപ്ഡേറ്റുകളുണ്ടാവും. അത് ടീസർ തന്നെയായിരിക്കും അല്ലെങ്കിൽ ട്രെയിലർ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.